മാം ഡെലിവറി കഴിഞ്ഞിട്ട് 1 month ആയി. എനിക്ക് ഫീഡിങ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിപ്പിൾ പൊട്ടിയിട്ട് ഭയങ്കര വേദന. കുട്ടീനെ അപ്പം ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഭയങ്കര ടെൻഷൻ. മാക്സിമം ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിനും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണത്. നിപ്പിൾ ക്രാക്ക് എന്ന് പറയും. കുട്ടിയുടെ ലാച്ചിങ് പ്രോപ്പർ അല്ലാത്തത് കാരണമാണ് ഈ മുറിവ് സംഭവിക്കുന്നത്. പക്ഷേ അത് ഹീൽ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. സോ അതിന് നമ്മൾ ലാനോലിൻ പോലെയുള്ള ക്രീമുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നിപ്പ് കെയർ ഓയിൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓരോ തവണ ഫീഡിങ് കഴിയുമ്പോഴും നമ്മൾ നിപ്പിളിൽ അത് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ഫീഡിങ്ങിന് തൊട്ട് മുന്നേ ജസ്റ്റ് വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ സാധാ വെള്ളം വെച്ച് കഴിയുന്നതുകൊണ്ട് കുഴപ്പമില്ലേ? സോപ്പ് യൂസ് ചെയ്യണ്ട? അല്ല, നമ്മൾ സോപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രൈനെസ് കൂടും. അപ്പോൾ ഈ നിപ്പിൾ ക്രാക്ക് വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം വെച്ചിട്ട് മാത്രം വാഷ് ചെയ്താൽ മതി. ഇൻ കേസ് ചെറിയ ഒരു ക്വാണ്ടിറ്റി കുട്ടിയുടെ വായിൽ പോയാലും അതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ മുറിവോട് കൂടി കുട്ടീനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല? ഇല്ല, കുട്ടിക്ക് യൂഷ്വലി അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരാറില്ല. നമ്മൾ വിത്ത് നിപ്പിൾ ക്രാക്ക് നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചില സമയത്ത് ഈ നിപ്പിൾ ക്രാക്കിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അപ്പോൾ നമ്മൾ ഓറൽ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് മാത്രം നമ്മളൊരു 1 week കുട്ടീനെ ഡയറക്റ്റ് ഫീഡ് ചെയ്യേണ്ട, എക്സ്പ്രസ് മിൽക്ക് വെച്ചിട്ട് ഫീഡ് ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്.